ഹലോ ഗൈസ്, നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മളിതുവരെ ബീച്ചും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു നല്ലൊരു ബീച്ച് തന്നെ കണ്ടേക്കാം, അല്ലാണ്ട് ഈ ചെറിയ ചെറിയ ബീച്ചുകളൊന്നും കണ്ടാന്ന് വിചാരിച്ചിട്ട് മെൽബണിൻ്റെ അടുത്തുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഡ്രൈവിന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ടർക്വേ ബീച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബീച്ച് ഏരിയ. നല്ല ഒരു വലിയൊരു ഗാർഡൻ പോലത്തെ ഏരിയ, കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ബീച്ച്. ഇതാ ബീച്ചിൻ്റെ സൈഡിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സ്വാമോൻ MBBS. നല്ലൊരു ലോങ് വ്യൂ കിട്ടുന്നുണ്ടല്ലേ. വ്യൂ നല്ല രസം. ഈ ഫ്രെയിമിന് നല്ല രസം കാണാൻ. നീ ഇങ്ങനെ ഇരിക്കുന്നത്, ആൾക്കാർ നടക്കുന്നുണ്ട്, കുറെ പട്ടികൾ ഓടുന്നുണ്ട്. ഒരു വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് വന്നതാ. ദീപക്, രൂപ, മോൻ, രൂപയുടെ അമ്മ. അവനോട് വേറെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അവനവിടെ കുട്ടി വ്ളോഗറാണ് നമ്മുടെ. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോലെ വന്ന ഒരു 3 to 4 hours ഡ്രൈവാണ് മൊത്തം. എല്ലാവരും കൂടെ ഒരു ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ വേറൊരു നല്ല നൈസ് ഒരു വ്യൂ. അപ്പോൾ വിചാരിച്ചാൽ അവിടെയും കൂടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ബീച്ചിന്റെ ക്ലോസ് ആയിട്ട്. ഇതാ നല്ല ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ബീച്ച് കാണാൻ നല്ലൊരു വ്യൂ. അപ്പോൾ ഈ ഒരു ഫ്രെയിം കാണാൻ തന്നെ നല്ലൊരു സിനിമാറ്റിക് ഫ്രെയിം. നല്ല ഭംഗിയുണ്ടല്ലേ, മരങ്ങൾ ഇങ്ങനെ ആ ഒരു കറക്റ്റ് മറ്റേ സ്പേസ് വിട്ടിട്ട് ഓരോന്ന് നട്ടു വെച്ച പോലെ. സത്യം. അതിൻ്റെ ഉള്ളിൽ കൂടെ ബീച്ചും ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനുള്ള വഴി. നമ്മളിതാ ഒരു 700 മീറ്റർ കഴിഞ്ഞാൽ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് കയറും. ശരിക്കും മെൽബണിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിന് ഡയറക്റ്റ്ലി ഇട്ടപ്പോൾ അത് ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഉള്ളിലൂടെ ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ടച്ച് ചെയ്യാണ്ട് 12 അപ്പോസൽസ് പോകുന്ന ഒരു റോഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് മെൽബണിന് 3 മണിക്കൂറോ മറ്റോ. ശരിക്കും ഇത് നമ്മൾ ടോർക്കോയ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് ഇടുമ്പോഴാണ് ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ടച്ച് ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം ഗ്രേറ്റ് ഓഷ്യൻ റോഡ് കയറാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ ഇപ്പം എത്തുമെന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. പക്ഷേ ഇതാ സൈഡിൽ നല്ലൊരു ഓഷ്യൻ അല്ലെങ്കിൽ ബീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. പക്ഷേ സൈഡിൽ കുറെ പച്ചപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഫുള്ള് വ്യൂ അങ്ങോട്ട് പച്ചപ്പും ഹരിതാപവും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ബീച്ച് കിട്ടുന്നുണ്ട്. നോക്കാം, നല്ല വേറെ അടിപൊളി വ്യൂ കിട്ടുക. പക്ഷെ ഇതാട്ടോ എല്ലാവരും എന്താ ഇങ്ങനെ ഒരു ലൈനിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ആ വഴിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് പെട്ടെന്നൊന്ന് നിർത്താൻ തോന്നി. നിർത്തി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടതാ. ദീപക്കും രൂപയും മോനും എല്ലാവരും കൂടെ നമ്മളിങ്ങനെ സ്വാമോൻ നേരെ വഴി ഓടി അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. സ്വാമോൻ ഞാൻ ഫസ്റ്റ് വഴി കണ്ടുപിടിച്ചേന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതാ അവിടെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്വാമോൻ ഇവിടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മദ്യമറന്ന് നിൽക്കുക അല്ലേ. നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വഴിയും ആ മേജ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. മറ്റേ മേഘവും ഈ കടലും കൂടെ പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഇവിടെ ശരിക്കും ബീച്ചിലൊന്നും വലിയ തിരമാലകൾ ഉണ്ടാവാറില്ല മെൽബൺ ഏരിയയിൽ എന്നൊക്കെ. പക്ഷെ ഇത് നല്ല തിരമാലുള്ള ബീച്ചല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഒരു ബീച്ച്. നമ്മൾ ടോർക്കോയിൽ നിന്ന് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൈഡിൽ ഇങ്ങനെ ബീച്ചും കണ്ടുകൊണ്ട്, ബീച്ച് ഇടയ്ക്ക് കാട്, പിന്നെയും ബീച്ച് കാട്, അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവാം. ഇത് തന്നെ ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട്, ഇപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന സമയത്ത് അവിടെ നിർത്തി ഇങ്ങനെ ഓഷ്യൻ കാണും, പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് മനസ്സിലാക്കിയത് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഡ്രൈവിൻ്റെ ഒരു രസം. നമ്മൾ അടുത്ത ലൊക്കേഷനിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ മേഘം ഒരു മതിൽ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഫുൾ ലെയർ ഓഫ് മതിൽ. ഇൻഡസ്ട്രിയലർ കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും. അവിടുന്ന് മറ്റേ ആ സീൻ പോലെ അല്ലേ, മില്ലേഴ്സ് പ്ലാനറ്റിലെ ആ സാധനം പോലെ. ശരിക്കും ഒരു ഫുൾ മതിൽ പോലെ മേഘം കിടക്കുന്നു. അതിൻ്റെ അടിയിൽ
ഇങ്ങനെ ബീച്ച് തിര ഇങ്ങനെ അടിക്കുന്നു. ഒരുത്തം ഭയങ്കര പോസിങ് ആണ്. കൈയൊക്കെ കെട്ടി മമ്മൂട്ടിയുടെ സ്റ്റൈലിൽ, സേതുരാമയ്യ സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലോൺ എന്നുള്ള സ്ഥലത്തെത്തി. നമ്മളിതാ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ശരിക്കും ഒരു ബീച്ച് സിറ്റി പോലത്തെ ഒരു സ്ഥലം അല്ലേ? നല്ലോണം കഫേസും കാര്യങ്ങളും എന്തൊക്കെയൊക്കെയോ ഡ്രസ്സിന്റെ സ്ഥലങ്ങളും സർഫിങ്ങിനുള്ളതും, ഇതാ ലെഫ്റ്റ് സൈഡിൽ കുറെ ബീച്ചും ആൾക്കാർക്ക് നടക്കാനുള്ളതും. ഈ ഗ്രേറ്റ് ആൾക്കാർ മെയിൻ ആയിട്ട് ഇവിടെ സർഫിങ്ങിന് തന്നെ വരുന്നത്. എക്സാക്ട്ലി. ഇവിടെ സർഫ് ഹയർ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് കാണുന്നുണ്ട്. സർഫിങ്ങിനുള്ള സാധനങ്ങൾ ഹയർ ചെയ്യാനുള്ള സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് റിസോർട്ട്സ് പോലത്തെ സ്ഥലങ്ങളും കാണുന്നുണ്ട്. ലോൺ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഇത് തന്നെ ഇവിടെ ഇങ്ങനത്തെ എല്ലാം ഒരു ഒരു ബീച്ച് വൈബുള്ളൊരു ഏരിയ. നമ്മളിനി ലോൺ അപ്പോളോ ബേയിലേക്ക് പോവാണ്. അവിടത്തേക്ക് എത്രയാ? 44 കിലോമീറ്റർ 54 മിനിറ്റ്. അപ്പൊ ഇനി നമുക്ക് അവിടുന്ന് കാണാം. അപ്പൊ നമ്മൾ ലോൺ കഴിഞ്ഞിട്ട് എന്താണ് അപ്പോളോ ബേയിലേക്കുള്ള വഴി ആക്ച്വലി അടിപൊളിയാട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചു ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് പറഞ്ഞ ഇത്ര ഉള്ളോ, ഈ പറയുന്ന പോലെ കുറെ കാടും അതിന്റെ അവിടെ എവിടെയോ കുറച്ച് ഓഷ്യൻ കാണുന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് ഹൈറ്റിലും താഴെ ഓഷ്യനും. അപ്പൊ ആ വ്യൂ നല്ല രസമുണ്ട്. വലിയ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഓഷ്യനും അതിന്റെ സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് പോകുന്നു. അപ്പൊ ഈ ലോൺ തൊട്ട് അപ്പോളോ ബേ ഉള്ള റൂട്ട് നിങ്ങൾ മിസ്സാക്കരുത്. ഇങ്ങനെയാണ് റൂട്ട് ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഹൈറ്റിൽ നിന്നിട്ട് അവിടുന്ന് കാണുന്നതിന്റെ ഒരു ഭംഗിയല്ലേ ശരിക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ അതിന്റെ ആ ബ്യൂട്ടി ഭയങ്കര രസം. വലിയൊരു ഓഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു. അതിന്റെ സൈഡിൽ ഈ മലകളും അതൊരു ഭംഗി. നമ്മൾ ടർക്കി പോയപ്പോഴും ഇതുപോലത്തെ മല സൈഡിൽ ഇപ്പുറത്ത് ഈ പറയുന്ന ഓഷ്യൻ പോലത്തെ കണ്ട് അതേപോലത്തെ ഒരു വ്യൂ ഇങ്ങനെ കാണാൻ നല്ല രസം. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ അപ്പോളോ ബേയിലെത്തി. അപ്പോളോ ബേ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അതായത് ബീച്ചൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചൊരു ഹില്ലി ഏരിയ, സൈഡിൽ ബീച്ച്, ഇവിടെ കുറെ കടകളും ഹോട്ടൽസും കഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ടൗൺ. ചെറിയൊരു ടൗൺ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചു. നമ്മൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ ക്യാമറ എടുക്കാൻ വിട്ടുപോയി ആ സമയത്ത്. എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് 12 അപ്പോസിൽസ് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സമയം 2:30 ഇവിടെ കുറച്ച് നേരത്തെ ഇരുട്ടാവുന്നതുകൊണ്ട് നമ്മൾ നേരെ ഒറ്റ വിടൽ. ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂറിന്റെ അടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ അങ്ങനെ ബീച്ചിന്റെ ഏരിയ കഴിഞ്ഞതായി ഇപ്പോൾ ഒരു കാടിന്റെ ഏരിയയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിനകത്തൂടെയുള്ള യാത്ര ഇങ്ങനെ പോകുന്നു. നല്ല രസമുണ്ട് ഇത്. ശരിക്കും നമ്മുടെ നാട്ടിൽ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ. പക്ഷെ തിരക്കുമില്ല, അധികം വണ്ടികളൊന്നുമില്ല. നമ്മുടെ വണ്ടിയും ദീപകിൻ്റെ വണ്ടിയൊക്കെ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ ഡ്രൈവിൽ നമുക്ക് ഓഷ്യൻ ഏരിയ കിട്ടി, അതിനുശേഷം കാട് കിട്ടി. ഇപ്പോൾ ഒരു ഫാം ലാൻഡ് ഏരിയയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫുൾ ഫാംസ് ആണ് റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ. കുറച്ച് ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയയിൽ കുറേ ഫാംസ് കാര്യങ്ങൾ. ഇതാ മുമ്പിലൊക്കെ നിറയെ ഫാം ലാൻഡ്. കുറേ സ്ഥലങ്ങളിൽ പശുക്കളും അവിടെ ഇങ്ങനെ പശുക്കൾ, ഷീപ്പ് ഇതൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഓരോ ടൈപ്പ് ടെറൈൻസിൽ നമുക്ക് കിട്ടുന്നത്. അത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. ഈ ഒരു ട്രിപ്പ് പല ഇങ്ങനെ ടെറൈൻസ് കിട്ടുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. ഓടിക്കാനും നല്ല രസം. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൂടെ വ്യൂ തന്നെ കുറേ നേരം കാണാതെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് നോക്കൂ, ഇത് നോക്കൂ. ഫാം ലാൻഡ്, ഒരു ഹിൽ സ്റ്റേഷൻ, ഒരു ഓഷ്യൻ റോഡ്, പിന്നെ നമുക്ക് ഒരു കാട്, ഇങ്ങനെ പല ഒരു ഫീലുകൾ തരുന്നൊരു ഡ്രൈവ് ഇത്. വീണ്ടും 1 മണിക്കൂറിന് മുകളിലുള്ളൊരു യാത്രയ്ക്ക് ശേഷം പക്ഷെ നല്ല വഴി കിട്ടും. നല്ല രസമുള്ള വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മൾ 12 അപ്പോസിൽസ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലുക്ക് ഔട്ട്, ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. നമ്മളിത് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അവരൊരു ചെറിയൊരു വഴി ഉണ്ടാക്കിയ പോലെ അൺസ്റ്റേബിൾ ക്ലിഫ്സ്. ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി. ഫൈനലി നമ്മൾ 12 അപ്പോസിൽസ് എത്തിയിരിക്കുന്നു ഗൈസ്. ആ കാണുന്ന പാറകളാണ് 12 അപ്പോസിൽസ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പം 8 കൂടെ മറ്റോ ബാക്കിയുള്ളൂ. നമ്മളിങ്ങനെ നടക്കുകയാണ്. നല്ലൊരു കടൽ അവിടെ. ആ പാറകളാണ് അപ്പോസിൽസ്.
ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നമുക്ക് പറയില്ല എന്താന്നുള്ളത് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ. അതെ, നല്ലൊരു സ്ഥലം. പക്ഷേ ഇപ്പൊ വന്നപ്പോൾ നല്ലൊരു വെയിലായി പോയി തോന്നുന്നു അല്ലേ. സൂര്യൻ കറക്റ്റ് അസ്തമിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ആ സൂര്യൻ അവിടെ കാണാം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ആ ഇറോഷൻ കാരണം ഇങ്ങനെ ഷേപ്പ് ആയെന്ന് എനിക്ക് തോന്നുന്നു. 12 ഉണ്ടായിരുന്നു, പെട്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇറോഷനിൽ പോയെന്നല്ലേ പറയുന്നത്. അതെ, ഞങ്ങളുടെ പുറകിൽ കാണുന്നതാണ് 12 അപ്പോസ്റ്റൽസ്. അവിടെ നമ്മളൊരു ബ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ, നല്ല രസമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്റെ വ്യൂ. ഇതൊരു വ്യൂ പോയിന്റ് ആയിട്ട് മര്യാദ കെട്ടിയ ഒരു സുഖമുണ്ടല്ലേ നമുക്ക്. കറക്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫൈനലി ഒരുത്തൻ 12 അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. ഫൈനലി കണ്ടില്ലേ, ഇരുട്ടാവുന്നതിന് മുമ്പ് കാണാൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ ദീപുവൻ. ഓ, ഇനി 2 സ്ഥലമുണ്ടോ? ഇവിടുത്തെ ലണ്ടൻ ബ്രിഡ്ജ് കാണണമെന്ന് പറഞ്ഞ് ദീപുവൻ പോകുന്നുണ്ട്. നമ്മളിത് അങ്ങനെ 12 അപ്പോസ്റ്റൽസ്, ഇത് 1, ഇവിടെ 2, അവിടെ 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാറകൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്. ശരിക്കും ആ ഫുൾ ബീച്ചും ആ ഒരു അപ്പോസ്റ്റൽസും എല്ലാം കൂടെ ഇങ്ങനെ സൺസെറ്റും എല്ലാം കൂടെ കാണാൻ നല്ലൊരു ഭംഗി. നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ ഇവിടെ 2 അപ്പോസ്റ്റൽസ് കാണാം അല്ലേ. തന്നെയാണോ ദൈവത്തിനറിയാം. 2 അപ്പോസ്റ്റൽസ് ഇതാ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ചും കൂടെ സൂര്യൻ്റെ വെളിച്ചം പ്രോപ്പറായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുക്കുകയാണ്. താഴെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. ആണ് നമ്മൾ വന്ന വഴി. ഇവിടെ നിങ്ങൾക്ക് $180 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് 12 അപ്പോസ്റ്റൽസ് മോളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ കാണാൻ പറ്റും. അത് നല്ല രസമായിരിക്കും കേട്ടോ. മോളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വ്യൂ കാണിച്ചുകൊണ്ടല്ലേ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് പോകുന്നത്. $180 ആണ് പറഞ്ഞത്. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. സൺസെറ്റ് ഇപ്പം തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ സൂര്യൻ പതുക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അവിടെ സൺസെറ്റ്, ഇത് ഫുള്ള് ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ സൂര്യൻ മലകളുടെ ഇടയിലൂടെ കാട്ടിലേക്ക് കടലിലേക്ക് പോകുന്നത് കാണാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ 12 അപ്പോസ്റ്റൽസിൻ്റെ അവിടുന്ന് സൺസെറ്റ് കൂടുതൽ കാണാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റേ എന്താ പറയുക, ഈ ലൈക്ക് ഗ്രേഡിയൻ കളറിൽ ഗോൾഡൻ അവർ അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളതാ ഗോൾഡൻ അവർ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നേരത്തെ പേര് കിട്ടിയില്ലായിരുന്നു, ഇപ്പോഴാണ് പേര് കിട്ടിയത്, ഗോൾഡൻ അവർ.